കർണാടകയിലെ അണ്ടർ വാട്ടർ സ്ക്വാഡിലെ ഈശ്വർ മൽപെ ചില്ലറക്കാരനല്ല. 1000-ഓളം വരുന്ന മൃതശരീരങ്ങൾ മീറ്ററോളം അടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ചരിത്രമുള്ള ഒരു അതിശക്തനായ രക്ഷകനാണ് ഈശ്വർ മൽപെ. സൈന്യത്തിന് പോലും കഴിയാത്ത പലയിടങ്ങളിലേക്കും സഹായത്തിനായി വിളിക്കുന്നത് മൽപെ ടീമിനെയാണ്. ന്യൂനത സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നവരല്ല മൽപെ ടീം. തലമുറയായിട്ട് പ്രകൃതിക്കൊത്ത രീതിയിൽ ഇണങ്ങി നിന്നുകൊണ്ട് വർഷങ്ങളായി രക്ഷാപ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇവർ. ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജലാശയത്തിൻ്റെ ആയത്തട്ട് കൈവെള്ള പോലെ അറിയാവുന്ന മനുഷ്യരാണ് ഇവർ. ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്കിന് സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുൻപും ഇടപെട്ട സംഘമാണ് മൽപെ. അപകടത്തിൽപ്പെട്ട 1000-ഓളം മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്നു തന്നെ കണ്ടെടുത്ത ചരിത്രമുണ്ട്. വെള്ളത്തിൽ പോയാൽ പിന്നെ കണ്ണു കാണില്ല. കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗവും ലോഹഭാഗവുമൊക്കെ ഏതാണെന്ന് തിരിച്ചറിയുന്നത്. റഡാർ ഉപയോഗിച്ച് നദിയിലെ എല്ലാ പോയിന്റുകളും പരിശോധന നടത്തും. സ്പോട്ട് 3 രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ഈശ്വർ മൽപെ പറഞ്ഞ വാക്കുകളാണിത്. വെള്ളത്തിൻ്റെ 3 അടി താഴ്ചയിൽ പോയി മൃതദേഹം പുറത്തെത്തിച്ച കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ദൗത്യം വലിയ റിസ്ക് ആണെന്ന് മൽപെ ടീമിന് നന്നായിട്ടറിയാം. കാരണം ഇപ്പോൾ ഷിരൂരിലെ കാലാവസ്ഥ അതിഭീകരമാണ്. ജില്ലാ ഭരണകൂടം റിസ്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതിയെന്ന് വാണിംഗ് കൊടുത്തിട്ടും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ മൽപെ ടീം തയ്യാറായി മുന്നോട്ട് വന്നു. എങ്ങനെയെങ്കിലും ഗംഗാവലിപ്പുഴയിൽ നിന്ന് ലോറിയും ബോഡിയുണ്ടെങ്കിൽ അതും പുറത്തെടുക്കണം എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് മൽപെ. സ്പോട്ട് 3 രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ ഈശ്വർ മൽപെക്ക് അപകടമുണ്ടായിട്ടുണ്ട്. ഡൈവിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉറപ്പിൽ കെട്ടിയ കയർ പൊട്ടിയാണ് അപകടമുണ്ടായത്. അത്രക്ക് അടിയൊഴുക്ക് ഗംഗാവലിപ്പുഴയിൽ ഇപ്പോഴുണ്ട്. മൽപെ ടീം വന്നതുകൊണ്ട് എളുപ്പം കാര്യങ്ങൾ നടക്കണമെന്നില്ല. ലോറി മൺകൂനകൾക്കിടയിൽ നിന്ന് അത്രയേറെ അടിയൊഴുക്കിൽ നിന്ന് പുറത്തെടുക്കുക എന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും അർജുനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.